Hi friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്ത രണ്ട് പോട്ട്സ് ആണ്. ബലൂൺ ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് ഇൻഡോർ പോട്ട്സ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഗ്ലൂ കുറച്ച് വെള്ളത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പേപ്പേഴ്സൊക്കെ ഈ ബലൂണിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി രണ്ട് സൈഡിലും പേപ്പേഴ്സിൻ്റെ നല്ല രീതിയിൽ പശ തേച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. പേപ്പേഴ്സ് ഇതിനേക്കാളും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഒന്നും കൂടി ഒരു ഫിനിഷിങ് കിട്ടും. പേപ്പേഴ്സ് ഒരു 3 ലെയേഴ്സൊക്കെ മതിയാവും. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടി ഉണ്ടാവും നമ്മുടെ പോട്ട്. ഇത് ഡ്രൈ ചെയ്യാൻ വെച്ച് പിറ്റേ ദിവസമാണ് എടുത്തത്. ബലൂണ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ കാറ്റൊക്കെ പോയി നിൽക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കുന്ന പോട്ട് റെഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് സിമൻ്റാണ് പോട്ടുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ആ മിക്സ്ചർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. പേപ്പർ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അധികം ലൂസാവാതെ ശ്രദ്ധിക്കണം. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഇതെവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണതാണ് ബെറ്റർ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ഒക്കെ ഉണ്ട്, ഓവർ വെയിറ്റ് ഒന്നുമില്ല. എനിക്കിതിങ്ങനെ ആർട്ടിഫിഷ്യലായി കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അധികം ഫിനിഷിംഗ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഇനി ഞാൻ ഈ പോട്ട് കളറൊന്നും യൂസ് ചെയ്യാതെ തന്നെ എങ്ങനെ കളറാക്കി എടുത്തത് എന്നുള്ള സൂത്രം കാണിച്ചു തരാം. കണ്ടില്ലേ പോട്ട് എങ്ങനെയാണ് പെയിൻ്റ് അടിക്കാതെ കളർഫുള്ളായി നിൽക്കണതെന്ന്. പോട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഷോളൊന്ന് നനച്ചിട്ട് പോട്ടൊരു 2-3 ഡേയ്സ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കളറാകെ നമ്മളെ പോട്ടിൽ പിടിച്ചിട്ട് പോട്ടൊരു ഡിഫറെൻ്റ് ആയിട്ട് ലുക്കിൽ വന്നിട്ടുണ്ട്. നമ്മൾ പെയിൻറ് ഉപയോഗിച്ചിട്ട് ചെയ്താലേ ഇങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ പോട്ടൊന്ന് വെറൈറ്റി ആയിട്ട് കിട്ടാൻ ഇതുപോലെ വീട്ടിൽ കളറ് ഇളകുന്ന വല്ല ഷോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നനച്ചിട്ട് ഒരു 2-3 ദിവസം നമ്മൾ പോട്ടൊന്ന് വെക്കുക. ഞാൻ വേറൊരു പോട്ടിൻ്റെ പ്രിപ്പറേഷനിൽ കൂടിയാണ്. അതാണ് ടേബിൾ മൊത്തം സാധനം. അപ്പോൾ ഇൻഷാ അല്ലാ ആ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി ബലൂൺ ഉപയോഗിച്ച് അടുത്ത പോട്ട് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് സിമൻറ്റ് റെഡിയാക്കി എടുക്കാം.
ഈ പോട്ടിന് കളറ് കൊടുക്കാൻ ഞാൻ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി കുറച്ച് കോട്ടന് കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സിമൻറ്റിലൊന്ന് മുക്കി ബലൂണൊന്ന് കവർ ചെയ്തെടുക്കുക. ഇൻഡോർ പോട്ടായതുകൊണ്ട് ഞാനിതിന് ഹോൾസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കണ്ട് കോട്ടന് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ അധികമുള്ള വാട്ടറൊക്കെ ഡ്രോപ്പായിട്ട് പോകുന്നുണ്ട്. നല്ല കളറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പോട്ട് ഇവിടെ സെറ്റായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഇനി ബലൂണ് പൊട്ടിച്ചെടുക്കണം. ബലൂണ് പൊട്ടിക്കാൻ ആയുസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ആൾ പൊട്ടിക്കുന്നില്ല. സൗണ്ടൊക്കെ കേൾക്കുന്നത് പേടിയാണ്. വലിയ ആളായി പൊട്ടിക്കാൻ വന്നിട്ട് ലാസ്റ്റ് പൊട്ടിക്കില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. അടുത്ത പോയി അല്ലൂസിൻ്റെതാണ്. ഓന് വന്ന ഒരൊറ്റ കുത്തിന് ബലൂൺ പൊട്ടിച്ചു പോയി. പോട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് അപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.